ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിവ്യൂ ഓഫ് C++ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാം. ഈ ചാപ്റ്റർ +1ന്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ പോലും C++ന്റെ ബേസ് തൊട്ടുള്ള ടോപ്പിക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ C++ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് എൻ്റെ രീതി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. C++ മെയിനായിട്ടും ഗെയിം ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനായിട്ട്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാക്കാനായിട്ട്, എക്സാമ്പിൾ നമ്മുടെ വിൻഡോസ്, പിന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആപ്പിളിൻ്റെ OS, പിന്നെ നമുക്ക് ബ്രൗസേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരുടെയും ഫോണിലുള്ള ഒരു ബ്രൗസറാണ് ക്രോം എന്ന് പറഞ്ഞ ബ്രൗസർ. ഇങ്ങനെയുള്ള ബ്രൗസേഴ്സിന് വേണ്ടിയിട്ടും നമ്മൾ C++ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ഔട്ട്പുട്ട് എടുക്കാനുള്ള ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ട് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ കാണുന്ന ലൈൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ റിപ്പീറ്റ് ചെയ്യുന്ന ലൈൻസ് ആണ്. കാരണം ഈ ലൈൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്കൊരു പ്രോഗ്രാമിൻ്റെ ബേസിക് റണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളും കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾ ചാപ്റ്ററിലോട്ട് കയറുമ്പോഴത്തേക്ക് ഞാനിത് എന്തിനു വേണ്ടിയൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് റീഡ് ചെയ്ത് പോകാം. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ അകത്താണ് നമ്മൾ ഇനി തൊട്ട് പ്രോഗ്രാംസ്, നമ്മുടെ ഓൺ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ റിട്ടേൺ 0 എന്ന് എഴുതിയിട്ട് ഒരു സെമിക്കോളനും കൂടി ഇട്ടിട്ട് നമ്മൾ ബ്രേസസ് ക്ലോസ് ചെയ്യും. ഇനി എനിക്ക് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Cout എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. Cout എന്ന് വെച്ച് കഴിഞ്ഞാൽ C++ന്റെ ഔട്ട്പുട്ട്. അപ്പം ഞാൻ ഈ Cout എഴുതുന്നത് നമ്മുടെ റിട്ടേണിന് തൊട്ട് മേളിലായിട്ടാണ്. ഈ പാഠത്തിൽ നമ്മൾ ഇനി എഴുതാൻ പോകുന്ന എല്ലാ ലൈൻസും റിട്ടേണിന് മേളിലായിരിക്കും എഴുതാൻ പോകുന്നത്. ഓക്കെ, ഒന്നും റിട്ടേണിന് താഴെ എഴുതുന്നില്ല ഈ പാഠത്തിൽ. അപ്പോൾ ഞാൻ Cout എന്ന് പറഞ്ഞ ലൈൻ റിട്ടേണിന് മേളിൽ ആഡ് ചെയ്യാൻ പോവാം. Cout എന്ന് എഴുതിയിട്ട് 2 ലെസ് ദാൻ സിമ്പിൾ ഇടണം. അതിനുശേഷം നമ്മൾ സ്ട്രിങ്ങിൻ്റെ അകത്താണ് നമുക്ക് എന്തോ ആണോ ഔട്ട്പുട്ട് എടുക്കേണ്ടത് അത് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം എഴുതാം, അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സ്ട്രിങ്ങിൻ്റെ അകത്ത് വേണം നമ്മൾ എഴുതാനായിട്ട്. സ്ട്രിങ് എന്ന് പറയുന്നത് ഡബിൾ കോട്ട്സ് എഴുതുന്ന എന്തൊരു സാധനത്തിനെയും നമ്മൾ സ്ട്രിങ് എന്നാണ് വിളിക്കുന്നത്. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് നമ്മൾ എങ്ങനെയാണോ നോട്ട്ബുക്കിലൊക്കെ എഴുതത്തില്ലേ, അതുപോലെ C++ എന്ന ലാംഗ്വേജിൽ നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതണമെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്തേ എഴുതത്തുള്ളൂ. അപ്പം നമ്മൾ സ്ട്രിങ്ങിൽ നമുക്കിപ്പോൾ ഇവിടെ ഡെമോ പ്രോഗ്രാം എന്ന് എഴുതാം. സോ ഡെമോ പ്രോഗ്രാം, എന്നിട്ട് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കോഡ്സും ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് സെമിക്കോളൻ ഇട്ട് വേണം പ്രോഗ്രാം എൻഡ് ചെയ്യാൻ. ഓക്കെ, ഓരോരോ ലൈൻസും നമ്മൾ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും സെമിക്കോളൻ ഇട്ടാണ് ആ ലൈൻ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചിരിക്കണം, അത് തെറ്റിക്കാൻ പാടില്ല. നമ്മൾ സെമിക്കോളൻ ഇട്ടില്ലെങ്കിൽ നമുക്ക് എറർ കിട്ടും. കണ്ടോ, ഇപ്പോൾ ഇവിടെ സെമിക്കോളൻ ഇടാത്തപ്പോഴത്തേക്കും നമുക്ക് എറർ കിട്ടിയിരിക്കുവാണ്. ഇവിടെ ഒരു റെഡ് ലൈൻ കണ്ടോ, അപ്പോൾ സെമിക്കോളൻ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും എറർ മാറി. അപ്പോൾ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോഴത്തേക്കും കോഡ്സിൽ എഴുതിയ ഡെമോ പ്രോഗ്രാം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മൾ Coutൽ ഡെമോ പ്രോഗ്രാം എന്ന് എഴുതിയതുകൊണ്ടാണ് നമുക്ക് ആ ഔട്ട്പുട്ട് കിട്ടിയത്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പേര് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പേര് ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് എഴുതി കൊടുക്കണം. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ്സിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ പേര് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് അത് തന്നെയായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ പഠിച്ചത് Cout അല്ലേ, ഇനി നമുക്ക് Cin പഠിക്കാം. അപ്പോൾ Cin എന്ന് വെച്ച് കഴിഞ്ഞാൽ C++ന്റെ ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനു മുമ്പ് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നെന്ന് പറയുന്നത് ഐഡന്റിഫയർ എന്തുവാന്ന് അറിഞ്ഞിരിക്കണം, രണ്ടാമത്തത് ഡേറ്റ ടൈപ്പ് എന്തുവാന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഐഡന്റിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഒരു സാധനത്തിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കിനെയാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐഡന്റിഫയർ ശരിക്കും പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് വെച്ചാൽ യൂസർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള വാക്ക് ഐഡന്റിഫയറിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു പെരിമീറ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ഐഡന്റിഫയർ ആയിട്ട് കൊടുക്കാൻ പറ്റും, നമുക്ക് ഒന്നെങ്കിൽ P എന്ന് പറയുന്ന ഐഡന്റിഫയർ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പെരി എന്ന് കൊടുക്കാൻ പറ്റും. അങ്ങനെ പെരിമീറ്റർ എന്ന വാക്കിന് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, പെരിമീറ്ററിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഐഡന്റിഫയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഐഡന്റിഫയറിന് നമുക്ക് പെരിമീറ്റർ എന്ന് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് ഇടാൻ പറ്റും, നമ്മുടെ പേര് നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് ഇടാൻ പറ്റും. അങ്ങനെയുള്ള യൂസർ ഡിഫൈൻഡ് വേർഡ്സിനെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് വിളിക്കുന്നത്.
ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്പ് ആണ്. ഡേറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് ഐഡന്റിഫയർ ആണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഐഡന്റിഫയർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇപ്പം പെരിമീറ്റർ ആണെങ്കിൽ പെരിമീറ്ററിനകത്ത് സാധാരണ നമ്മൾ നമ്പേഴ്സ് ആണ് ഇടുന്നത്. അപ്പം നമ്പേഴ്സ് ആയതുകൊണ്ട് ഡേറ്റ ടൈപ്പ് എന്തുമായിരിക്കും? ഇൻഡിജർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ആയിരിക്കാം. ഈ രണ്ട് ഡേറ്റ ടൈപ്സിലുമാണ് നമുക്ക് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ക്യാർ എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ ടൈപ്പ് ഉണ്ട്. ക്യാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ. അപ്പോൾ ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഐഡന്റിഫയർ എന്തായിരിക്കണമെന്ന് ഡേറ്റ ടൈപ്സ് ആയിരിക്കും തീരുമാനിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ബേസിക്സ് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോഗ്രാം ചെയ്ത് നോക്കാം.